ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ചൈനീസ് കിച്ചൺ ഇന്ന് വന്നിരിക്കുന്നത് ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തിയുടെ റെസിപ്പിയാണ്. കണ്ടോ, ഇത് മുളക് ചമ്മന്തിയാണ് കേട്ടോ. അധികം മുളകും ചുവന്നുള്ളിയും പുളിയും നല്ലെണ്ണയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. ഇത് കുറച്ച് വ്യത്യസ്തം തന്നെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വ്യത്യസ്തമായ ചമ്മന്തിയുടെ റെസിപ്പി എന്താണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ വേറൊരു തക്കാളി ചമ്മന്തി ഉണ്ട്. തക്കാളി നമ്മൾ ദോശക്കല്ലിൽ എണ്ണയിൽ തവയിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് വഴറ്റെല്ലാം മുറിച്ച് ദോശക്കല്ലിൽ വെക്കുക നല്ലെണ്ണയിൽ. അതിൻ്റെ വേറൊരു വീഡിയോയിൽ ഇടാം കേട്ടോ. ദോശയ്ക്ക് പറ്റിയ അടിപൊളി ചമ്മന്തിയാണ്. അപ്പോൾ നമുക്ക് ഇനി വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ മുളക് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ടൊരു 12 ചുവന്ന മുളക് എടുത്തിട്ടുണ്ട്. ഒരു 10-15 ചെറിയ ഉള്ളി തന്നെ വേണം കേട്ടോ. സവോള അതിൽ ചേർത്താൽ വിചാരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന ആ ടേസ്റ്റ് കിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു പുളിയുടെ പുളി എടുത്തിട്ടുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസാണ്. ഇതിൽ കറിവേപ്പിലൊന്നും ചേർക്കില്ല കേട്ടോ. ഇതിൽ മുളകിൻ്റെ ടേസ്റ്റാണ് വരുന്നത്. അതുപോലെ തന്നെ കുറച്ച് മുളകിൻ്റെ കുരും കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ കുറച്ച് അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ കളർ കിട്ടും. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മളിത് വഴറ്റാൻ പോകുന്നത് നല്ലെണ്ണയിലാണ് കേട്ടോ. നല്ലെണ്ണയിൽ ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാം. പക്ഷേ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരണമെങ്കിൽ നല്ലെണ്ണയിൽ തന്നെ വഴറ്റണം. കുറേ നല്ലെണ്ണയൊന്നും ഉപയോഗിക്കേണ്ട. നമുക്ക് ആ മുളക് ഉള്ളിയും വാടാനുള്ള നല്ലെണ്ണ മാത്രം മതി. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ മുളകാണ് കേട്ടോ വഴറ്റിയെടുക്കുന്നത്. ഒരു 1.5 ടീസ്പൂൺ കണക്ക് പറയുകയാണെങ്കിൽ ഇതൊന്ന് ചൂടായി വരട്ടെ. ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ച മുളക് ഇട്ട് കൊടുക്കാം. എണ്ണ തിളച്ച് വന്നു കഴിഞ്ഞാൽ ഗ്യാസ് ഒന്ന് കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. പുളി നമ്മൾ ഇതിൽ തന്നെ ഇട്ടിട്ട് വാട്ടണ് ചെയ്യണ, അല്ലെങ്കിൽ കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടില്ല. ഈ ചമ്മന്തി ചെറുതായിട്ട് ഇങ്ങനെ തരുന്ന ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക. മറ്റേ ചമ്മന്തി പോലെ അരച്ചെടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുളി നമ്മൾ വഴറ്റാതെ ചേർത്ത് കഴിഞ്ഞാൽ ചമ്മന്തി പോലെ അരച്ച് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലൊന്ന് വഴറ്റിയെടുത്താൽ ആ പുളിയും ഒന്ന് മുരിഞ്ഞ് കിട്ടും. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, കരിയാതെ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഈ നല്ലെണ്ണയിൽ തന്നെ ഉള്ളിയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയും പുളിയും വേറെ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. കുറവുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് നിൽക്കണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. പക്ഷെ എത്ര എണ്ണ അധികം ഞങ്ങൾ യൂസ് ചെയ്യാത്തത് കൊണ്ട് എണ്ണയിൽ കുറച്ചേ ചേർക്കാറുള്ളൂ. ഗ്യാസ് ഓഫ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ചെറിയ തീയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് നമ്മുടെ ഉള്ളി നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് പുളി കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് ആദ്യം മുളകൊന്ന് പൊടിച്ചതിന് ശേഷം നമുക്ക് ഇതെല്ലാം ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളിയും പുളി, അല്ലെങ്കിൽ മുളക് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടില്ല. ഇതിൽ കല്ലുപ്പാണ് കേട്ടോ ചേർക്കുന്നത്. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ആദ്യം മുളക് ഇട്ടിട്ട് കല്ലുപ്പും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് ഉള്ളിയും പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം. ചമ്മന്തിയൊക്കെ അരയ്ക്കുമ്പോഴേ കല്ലുപ്പാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സിയിൽ തിരിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇത്രയ്ക്ക് ചതയേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അധികം അരയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് വളരെ കുറച്ച് മതി കേട്ടോ നമുക്ക് ദോശ കഴിക്കാനായിട്ട്. കണ്ടോ, കുറച്ച് നല്ലെണ്ണയും കൂടെ ചേർത്ത് ഒന്ന് ഉരുട്ടിയെടുക്കാം. കണ്ടോ, അപ്പോൾ അതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ലിക്കും ദോശയ്ക്കും പറ്റിയിട്ടുള്ള മുളക് ഉള്ളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അധികം ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. എന്ന് വെച്ചാൽ എല്ലാവരും കറിവേപ്പില ചേർക്കും. അപ്പോൾ ഒക്കെ ഇതിൻ്റെ ടേസ്റ്റ് മാറും. അതുപോലെ തന്നെ പുളി പച്ചക്ക് ഇടും. പിന്നെ നല്ലെണ്ണയ്ക്ക് പകരം വെളിച്ചെണ്ണ ഉപയോഗിക്കുക. പക്ഷേ ടേസ്റ്റ് ഇതിൻ്റെ കറക്റ്റ് വരണമെങ്കിൽ നമുക്ക് നല്ലെണ്ണ തന്നെ നിങ്ങൾ ഉപയോഗിക്കണം കേട്ടോ.
അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ദോശയ്ക്ക് ഇഡ്ഡലിക്കും ഈ ചമ്മന്തിയുടെ വളരെ കുറച്ച് മതി നമുക്ക് കഴിക്കാനായിട്ട്. ചോറിൻ്റെ കൂടിയും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ വ്യത്യസ്തങ്ങളായ റെസിപ്പി ആയിട്ട് ചീനീസ് കിച്ചൻ വീണ്ടും വരുന്നതാണ്. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.